ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ ഇന്നത്തെ വിജിലൻസ് റിപ്പോർട്ടും കോടതിയിൽ റിപ്പോർട്ടിലും കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഈ സംഭാവനയായി സ്വർണം ലഭിച്ചിട്ടില്ല എന്നാണ് അജയ് തറയിൽ നേരത്തെ പറഞ്ഞത്. ഇവിടെ 5/6 80.49 ഗ്രാം സ്വർണം, 10/6 246.52 ഗ്രാം സ്വർണം, 11/6 15/6/2017, 16/6/2017 എല്ലാമായി ആകെ ലഭിച്ച സ്വർണം 412.1 ഗ്രാം സ്വർണമാണ്. ഈ സ്വർണവും അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ ആവശ്യത്തിലേക്ക് കസ്റ്റംസിൽ നിന്ന് വാങ്ങിയ സ്വർണവും ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ ഉപയോഗിച്ച സ്വർണം ഇത് രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ 9.573 ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഉപയോഗിച്ചത് 9.43 ഗ്രാം സ്വർണ്ണമാണെന്ന് ഈ റിപ്പോർട്ടിൽ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടിൽ പറയുന്നു. 238.81 ഗ്രാം സ്വർണം കാണാനില്ല. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് 29 പവൻ സ്വർണം ഈ പറഞ്ഞ കണക്കിൽ മാത്രം കാണാനില്ല. ഈ പറഞ്ഞ സ്പോൺസർമാർ, അതായത് 27 പേരെ കണ്ടെത്തുകയും അവർ നൽകിയ പണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ 10/6/2017 246.52 ഗ്രാം സ്വർണം സംഭാവന ചെയ്തത് ഒരു സിനിമാ താരമാണ് എന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ഇത് ലഭിച്ചിട്ടുണ്ട്. ഫോറം 3A പ്രകാരം റെസിറ്റ് നൽകണം എന്നത് ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ ബോർഡ്, അവർ തെറ്റായ കാര്യങ്ങൾ ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 29 പവൻ സ്വർണത്തിൻ്റെ പ്രത്യക്ഷമായി ഒറ്റയടിക്കുള്ള വ്യത്യാസം തന്നെ ഇതിൽ കാണാൻ വേണ്ടി കഴിയുന്നു എന്നൊരു വസ്തുതയാണ്. പിന്നെ 2012 യഥാർത്ഥത്തിൽ 2012 ആഗസ്റ്റ് 8 ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം കൃത്യമായി ഈ പറഞ്ഞ വാജിവാഹനം ഉൾപ്പെടെ ഏറ്റുവാങ്ങി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിനെ മറികടന്നുകൊണ്ടാണ് തന്ത്രിക്കുൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്തെല്ലാം ദുരൂഹത നിലനിൽക്കുന്നു. സ്പോൺസർഷിപ്പ് എന്ന പരിപാടിയിലേക്ക് പോറ്റിയെ 2017 കൊണ്ടുവരുന്നത് ആരാണ്? ഉൾപ്പെടെയുള്ള സംഘമാണ്. സ്പോൺസറാക്കി മാറ്റുന്നു. ശബരിമലയിലെ എന്തും അഴിച്ചു കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവെക്കാനുമുള്ള അവകാശിയായി പോറ്റിയെ മാറ്റിയത്, പോറ്റിയെ കയറ്റിയത് മാത്രമല്ല, പോറ്റിയെ വലിയ എന്താ പറയുക, അവിടുത്തെ കർമ്മിയാക്കിയതും അവിടുത്തെ എല്ലാമാക്കി അഴിച്ചു കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഒരാളാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.